നീ എന്താ ഇങ്ങനെ ശോഷിച്ചു വരണേ? വെള്ളമൊന്നും ഞാൻ മുടക്കാറില്ലല്ലോ. കുറച്ച് ദിവസങ്ങളായി ഈ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരാറ്. കാരണം ഷോപ്പിൽ നിന്ന് കറിവേപ്പില വാങ്ങി വാങ്ങി ക്ഷീണിച്ച ഞാൻ ഇപ്രാവശ്യം വിഷുവിൻ്റെ ലീവിന് നാട്ടിൽ പോയപ്പോൾ കരുതി കുറച്ച് കറിവേപ്പില തൈ കൊണ്ടുവരണം. അതിനെ നന്നാക്കി എടുക്കണം. ബാൽക്കണി കഴിഞ്ഞ് സെറ്റാക്കണം. എന്നാൽ അത്യാവശ്യം നമ്മുടെ കാര്യത്തിനൊക്കെ എടുക്കാം. കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ കരുതി കുറച്ച് കറിവേപ്പില തൈയും ഒരു കൈപ്പിടി മണ്ണും എന്നെക്കാട്ടിയും വലിയ സൈസുള്ള ഒരു ഗ്രോ ബാഗും. അബദ്ധം എന്നൊക്കെ പറഞ്ഞാൽ പോരെ. അങ്ങനെ കൊണ്ടുവന്ന ഞാൻ ഇവിടെ എത്തി അതിനെ എങ്ങനെയൊക്കെയോ നട്ടു. ഒരാഴ്ച എൻ്റെ ഈ വർത്താനം പോലെ തന്നെ നല്ല ഉഷാറായിരുന്നു അതിനും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിന് വല്ലാത്തൊരു ക്ഷീണം, ഒടിവ്, ചെരിവ്, ക്ഷീണം, തൂങ്ങി തൂങ്ങി അത് താഴെ മുട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ ഇന്നലെ അതിനെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നാവുന്നുള്ള ചെറിയൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്തത്. നമുക്ക് നോക്കാമല്ലേ നന്നാവുമോ എന്നുള്ളത്. നന്നായാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനിയല്ല അത് നന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആരെയും അറിയിക്കുന്നതല്ല. ഞാനൊരു പുതിയ കറിവേപ്പില തൈ ഷോപ്പിൽ നിന്ന് വാങ്ങി അതിനെ പരിചരിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ. നമുക്ക് നോക്കാമല്ലേ എന്താവും എന്നുള്ളത്.